നമസ്കാരം. ജയിലിൽ പോകേണ്ട താമസം ഇറങ്ങി വരാം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേരളത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി കൊടി സുനിമാർക്ക് നല്ല കാലം വരാൻ പോകുന്നു. ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്ത തടവുകാരുടെ പട്ടികയിൽ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശുദ്ധ തട്ടിപ്പെന്ന് മനസ്സിലായി. ജയിൽ വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടി പ്രകാരം 1911 പ്രതികളുടെ കൂട്ടത്തിൽ ഇവരുമുണ്ട്. ഏറ്റവും രസം, LDF സർക്കാരിൻ്റെ കാലത്ത് തയ്യാറാക്കിയ ലിസ്റ്റിൽ മാത്രമല്ല, UDF കാലത്തെ ലിസ്റ്റിലും ഇവരുടെ പേരുണ്ട്. പിണറായിക്ക് മാത്രമല്ല, ചെന്നിത്തലയ്ക്കും തിരുവഞ്ചൂരിനും ഇതൊന്നും ഓർമ്മയില്ല. നല്ലൊരു നാളെയെ ഞങ്ങൾക്കായി തന്നു പോയവരെ, ഈ നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനായകരെ. യഥാർത്ഥത്തിൽ നിയമസഭയെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് ഗവൺമെൻറ് ഈ നീക്കം നടത്തിക്കൊണ്ടിരുന്നത്. ഞാനാണ് നിയമസഭയിൽ ചോദിച്ചത്, ഈ ആളുകൾ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ റെമിഷൻ കൊടുക്കുന്ന ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അവരുടെ പേര് ഗവർണർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിഷാദ രൂപത്തിലാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. റെക്കോർഡ് നോക്കിയാൽ മനസ്സിലാകും. ഈ കേസിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഈ ഇളവിന് പരിഗണിക്കണമെങ്കിൽ ഈ 14 വർഷം പൂർത്തിയാവണ്ടേ? ആ 14 വർഷം പൂർത്തിയാക്കപ്പെട്ടിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ ഈ ലിസ്റ്റ് ആകെ ഇപ്പോൾ ഓർക്കുന്നില്ല എന്താണെന്നുള്ളത്. എന്നാൽ പൊതുന്യായം എന്ന നിലയ്ക്ക് ഞാൻ പറയുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ നിയമസഭയ്ക്ക് തന്ന ഉറപ്പിനെ പോലും ലംഘിച്ചുകൊണ്ട് അതീവ രഹസ്യമായിട്ട് TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇതുവരെ നടന്നത്. ചോര കൊണ്ടിതിഹാസം രചിച്ച ധീരസഖാക്കളെ, ചോര കൊണ്ടിതിഹാസം രചിച്ച ധീരസഖാക്കളെ, മറക്കുകയില്ലൊരു നാളും ഞങ്ങൾ രക്തസാക്ഷികളെ. TP കേസിലെ പ്രതികളെ ഉൾപ്പെടെയുള്ള തടവുകാരെ പിണറായി ജയിൽ തുറന്നുവിടാൻ പോകുന്നുവെന്ന് മുൻ ആഭ്യന്തരമന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരും പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ജീവപര്യന്തം തടവുകാരെ ഇപ്പോൾ തുറന്നുവിടാനാവില്ല. സംഗതി ശിക്ഷാ കാലാവധിയിൽ 15 ദിവസം മുതൽ 1 വർഷം വരെ ലഭിക്കുന്ന ഇളവാണ്. അതും പട്ടിക ഗവർണർ തിരിച്ചയച്ചതിനാൽ അന്തിമമല്ല. 2016 രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയ ആദ്യ പട്ടികയിലും ഇവരുണ്ട് എന്ന കാര്യം ചെന്നിത്തല മറന്നുപോകരുത്. TP കേസിലെ പ്രതികളെ വിടാനുള്ള ഗവൺമെൻറ് നീക്കം അങ്ങേയറ്റം അപലപനീയമാണ്. അത് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, TP കേസ് മാത്രമല്ല, ഇതുപോലെയുള്ള നിരവധി കേസുകൾ, അതിലെ കൊടും കുറ്റവാളികളെയും കൊടും ഭീകരന്മാരെയും തുറന്നുവിടാനുള്ള സർക്കാർ നീക്കത്തെ അതിശക്തമായി തന്നെ UDF എതിർക്കും. മറക്കുകയില്ലൊരു നാളും ഞങ്ങൾ രക്തസാക്ഷികളെ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷിച്ച് കോടതിയുടെ വിധിയെപ്പോലും ഫ്ലൗട്ട് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഗവൺമെൻറ് പെരുമാറുന്നത് ശരിയല്ല, ഒരു ജനകീയ ഗവൺമെൻറ് ഭൂഷണമല്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഈ നടപടിയിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ നീതിന്യായ കോടതിയെ സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് നിശ്ചയമായും കോടതിയെ സമീപിച്ച് അവിടെ നിന്ന് നീതി തേടും. നിങ്ങൾ വളർത്തിയ പ്രസ്ഥാനം പുതുവസന്തമാകുന്നു. പിന്നെ ഒരു കാര്യം, ക്രമസമാധാന നില ഇപ്പം തന്നെ വഷളാണ്. ഈ കൊടും ഭീകരന്മാരെ കൂടി തുറന്നു വിട്ടാൽ ഈ നാട്ടിൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ജനങ്ങൾക്ക് ജീവിക്കേണ്ട ഇവിടെ. ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ വളർത്തിയ പ്രസ്ഥാനം പുതുവസന്തമാകുന്നു. നിങ്ങൾ കൊതിച്ചൊരു നാടിൻ മോചനം ആഗതമാകുന്നു. ഇത് ഒരു ശരിയായ നിലപാടല്ല. ജനങ്ങൾ ഇതിനെ അംഗീകരിക്കുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ കൊതിച്ചൊരു നാടിൻ മോചനം ആഗതമാകുന്നു, സമാഗതമാകുന്നു. ഇത് ഗവർണറെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും.
കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നല്ലൊരു നാളെയെ ഞങ്ങൾക്കായി തന്നു പോയവരേ. ഹോ, ജനിക്കണമെങ്കിൽ ഇവനെ പോലെ രാഷ്ട്രീയക്കാരന്റെ ഗുണ്ടയായിട്ട് ജനിക്കണം. എന്തൊരു സുഖമാ. ജയിലിൽ പോലും രാജകീയ പദവിയാ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവന് കെട്ടിച്ചു കൊടുത്തേനെ. ഇടതു സർക്കാർ ക്രിമിനലുകളെ തുറന്നുവിടുന്നു എന്ന പ്രചാരണം പ്രതിപക്ഷം ഉറപ്പായും രാഷ്ട്രീയ ആയുധമാക്കും. എന്നാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് തടവുകാരെ ജയിൽ മോചിപ്പിക്കാനായിരുന്നുവോ ശുപാർശ എന്ന് ചെന്നിത്തലയും വ്യക്തമാക്കണം. UDF ഗവൺമെൻറ് കാലത്ത് വളരെ കർശനമായ വ്യവസ്ഥകളോടെയാണ് ഈ ഫയൽ നമ്മൾ പ്രോസസ്സ് ചെയ്തത്. ഒരിക്കലും സ്ത്രീകളെ കൊല്ലുന്നവർ, കുട്ടികളെ കൊല്ലുന്നവർ, കൊലപാതക കേസിൽ വളരെ സീരിയസ് ആയ കൊലപാതക കേസുകൾ ഉൾപ്പെട്ട ആളുകൾ, അവരെ ആരെയും ഒരിക്കലും വിടാനുള്ള ശുപാർശ ഒരു കമ്മിറ്റിയും ചെയ്തിട്ടുള്ളതല്ല. എന്താണ് കോട്ടപ്പള്ളി ഇത്? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. TP കേസിലെ പ്രതികൾ മാത്രമല്ല, ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാമും ശിക്ഷാ ഇളവിന് അർഹരാണ് പോലും. ആദ്യ പട്ടികയിൽ കള്ളസ്വാമി സന്തോഷ് മാധവൻ വരെയുണ്ട്. വെറുതെയല്ല ഗവർണർ പട്ടിക 2 വട്ടം തിരികെ അയച്ചത്. കുമ്മനം രാജശേഖരന് പുരസ്കാരം നൽകാൻ മടിച്ച് സാംസ്കാരിക മന്ത്രി ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നുവത്രേ. പ്രശ്നം അതല്ല. കുമ്മനം രാജശേഖരനെ പോലെയുള്ള തീവ്രവാദികൾക്ക് അവാർഡ് നൽകാൻ ആവില്ല എന്ന് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് സംഘാടകരെ വിളിച്ചറിയിച്ചുവെന്ന് BJP. കുമ്മനം എന്ത് തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്നാണ് BJP ചോദിക്കുന്നത്. മന്ത്രി എന്ന നിലയിൽ പുരസ്കാരം നൽകുന്നതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലായിരുന്നു. എന്തു ചെയ്യാം, മന്ത്രിയും CPMലെ ഒരു തീവ്രവാദിയായിപ്പോയി. ഇതൊരുമാതിരി പ്രധാനമന്ത്രി പങ്കെടുത്ത ശങ്കർ പ്രതിമ അനാച്ഛാദന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ച ശേഷം വെള്ളാപ്പള്ളി മാറ്റി നിർത്തിയതുപോലെ ആയിപ്പോയി. തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തുഞ്ചൻ ഭക്തിപ്രസ്ഥാന പഠന കേന്ദ്രം എന്നൊരു സ്ഥാപനം, അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ചിലർക്ക് ചില അവാർഡുകൾ നൽകാൻ തീരുമാനിച്ചു. ഇവർക്ക് അവാർഡ് നൽകാൻ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനെയും ക്ഷണിച്ചു. അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. രണ്ടാമത് ഇൻവിറ്റേഷനൊക്കെ ആയി പോയി കണ്ടു, ഡയറിയിലൊക്കെ കുറിച്ചു. ആ ക്ഷണിക്കാൻ പോയ സംഘാടകർ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഈ കുമ്മനം രാജശേഖരനെ എന്തിനാണ് നിങ്ങൾ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്? ഇതുപോലുള്ള തീവ്രവാദികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ വരില്ല. അടുത്ത മാസം 2 കൂടി 6 സ്ഫോടനവും 4 ഒളിപ്പോരും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ചരിത്രത്തിലെ ആദ്യത്തെ ഒളിപ്പോരുകാരൻ ആരാന്നറിയോ? ആരാ? പഴശ്ശി രാജ. ഇത്തരത്തിലൊരു അവമാനകരമായ ഒരു ചരിത്രം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരുമില്ലെന്ന്. എന്ത് പറ്റിയാളിയാ? എന്ത് പറ്റിയെന്നു ലിസ്റ്റ് എടുക്കാം. ആളിയനെ തല്ലിയോമാരുടെ പേരും മേൽവിലാസവും പെട്ടെന്ന് എടുക്കാൻ. തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തിയാൽ അത് ജനങ്ങളാണ് അത് സംബന്ധിച്ച് തീരുമാനം പറയേണ്ടത്. ഞാൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഒരു എളിയ സേവകൻ എന്നുള്ള നിലയ്ക്ക് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ജനങ്ങളിൽ നിന്നും ഇന്നേ വരെ ഇങ്ങനൊരു ആരോപണം കേൾക്കാൻ ഇതേവരെ ഇടവന്നിട്ടില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് തമ്മിലുണ്ടാകാം. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രതിബദ്ധതയും ഇല്ലാത്ത സംഘടനകൾ നടത്തുന്ന പരിപാടികളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ അണിചേരുന്നത് ഒരു സാധാരണ സംഭവമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി കുമ്മനം രാജശേഖരൻ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്നൊരു മന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരം എത്രമാത്രം താണിരിക്കുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം. അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ? അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. കുമ്മനം രാജശേഖരൻ എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ, പരസ്യമായി പറയാൻ ശ്രീ AK ബാലൻ തയ്യാറാണ്. അതായത് സ്ലോ മോഷനിൽ നടക്കുന്നത്. ഐ തിങ്ക് ഹീസ് എ ടെററിസ്റ്റ്. സ്ലോ മോഷനിൽ നടക്കുന്നവരെല്ലാം തീവ്രവാദികളാണ്. കുമ്മനം രാജശേഖരൻ ഈ നാട്ടിലെ ഒരു പൗരനാണ്. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. വളരെയധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, വളരെയധികം ജനങ്ങൾ അദ്ദേഹം ഭരണത്തിലും നേതൃസ്ഥാനത്തൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ്.
കുമ്മനം രാജശേഖരനെ അവമാനിക്കുക വഴി കേരളത്തിലെ ഒരു വലിയ പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിൽ അണിചേർന്നിട്ടുള്ള ജനങ്ങളെയുമാണ് മന്ത്രി അവമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇപ്പോഴും അയിത്തം നിലനിർത്തുന്നു, അതിന് നേതൃത്വം നൽകുന്നത് CPM ആണ് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. അങ്ങനെ ഒരു അയിത്തം എൻ്റെ മേൽ ഉണ്ട് എങ്കിൽ അത് രാഷ്ട്രീയ രംഗത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചു പോയ ജീർണതയും അപജയവുമാണ് എന്നുള്ളത് ഏവർക്കും ബോധ്യപ്പെടും. ലോക ജലദിനം, ലോക വനദിനം എന്നിവ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ കെങ്കേമമായി കൊണ്ടാടി. വനദിനവും ജലദിനവും അടുത്തടുത്ത ദിവസമായിരുന്നു. വനദിനത്തിൻ്റെ തലേന്നാണ് അതിരപ്പള്ളി വനത്തെ വൈദ്യുതിക്ക് വേണ്ടി MM മണി മന്ത്രി തള്ളിപ്പറഞ്ഞത്. ലോക ജനദിനത്തിൽ ഇതാ മന്ത്രി മണി ആശാനു വേണ്ടി ജലവിഭവ മന്ത്രി മാത്യു ടി തോമസിൻ്റെ ഒരു പ്രകൃതി പഠന ക്ലാസ്. നദിയിൽ വെള്ളം ഉണ്ടാവുന്നതല്ല, എവിടെയോ മലമുകളിൽ നിന്ന് ചെറിയ നീര് രൂപപ്പെട്ട് അതൊരു അരുവിയായി രൂപപ്പെട്ട് തോടായി ആ നദിയിലെത്തുന്നതാണ്. അരുവികൾ തമ്മിൽ ചേർന്ന് മലകളില്ലാതായാൽ നാം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകണം, വൃക്ഷങ്ങൾ ഉണ്ടാകണം. മലകളും കുന്നുകളും ഒക്കെ പുനഃസ്ഥാപിക്കാനാവില്ല എങ്കിൽ നിൽക്കട്ടെ, പക്ഷേ അത് ഇനി നശിപ്പിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് പിന്മാറണം. അതിരപ്പള്ളി പദ്ധതിയൊക്കെ സജീവമായ പരിഗണനയിലുണ്ട്, പക്ഷേ നടക്കുകയല്ലോ ഇപ്പോൾ, അതല്ലേ പ്രശ്നം. ആ ഒരു വനം കൊണ്ടാണല്ലോ ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. എങ്ങനെ ആളുകൾക്ക് വെള്ളം കൊടുക്കാം, വൈദ്യുതി, വരൾച്ചയിൽ കുടിവെള്ളം എത്തിക്കാം എന്ന് ഗൗരവമായി ചിന്തിക്കുക. അതേപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഈ കാട്ടുമൃഗങ്ങൾക്ക് എങ്ങനെ വെള്ളം കിട്ടും, ആനയ്ക്ക് എങ്ങനെ വെള്ളം, കടുവയ്ക്ക് എങ്ങനെ വെള്ളം, കുരങ്ങിനെങ്ങനെ വെള്ളം എന്നും പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട്. ഈ മനുഷ്യൻ്റെ വെള്ളത്തിൻ്റെ കാര്യം ചിന്തയില്ല. വികസനത്തിൻ്റെ ഓരോ നാമ്പിലും നാശത്തിൻ്റെ വിത്ത് പാകുന്ന രീതി ദശാബ്ദങ്ങളായി തുടർന്നു വരുന്നതിൻ്റെ ഒരു പരിണതഫലം. അതിൽ നിന്ന് പിന്നോക്കം പോകാൻ കഴിയണം. നശിക്കപ്പെട്ട വനങ്ങൾക്ക് പകരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ അടക്കമുള്ള നടപടികൾ അതൊരു ശീലമാക്കി മാറ്റണമെങ്കിൽ ഈ ജല ദൗർലഭ്യത്തിൻ്റെ ഭീകരത പൊതുസമൂഹം തിരിച്ചറിയണം. വെള്ളവും പറയാൻ കൊള്ളുമോ നമുക്ക്? വെള്ളം പറഞ്ഞാൽ നമ്മൾ അതൊക്കെ വലിയ പ്രമുഖരായ ആളുകളാണെന്ന്. പ്രകൃതിയെ സംരക്ഷിച്ചു മാത്രം വികസനം മതിയെന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി പറഞ്ഞിരുന്നത്. സംശയമുണ്ടെങ്കിൽ ഇതാ പിണറായിയുടെ ഈ മിസ്ഡ് കോൾ സന്ദേശം കേൾക്കാം. നമസ്കാരം, ഞാൻ പിണറായി വിജയൻ. പ്രകൃതിയെ തകർത്താണോ പുരോഗതി വരേണ്ടത്? മനുഷ്യത്വമില്ലെങ്കിൽ എന്ത് വികസനം? ആ ഒരു വനം കൊണ്ടാണല്ലോ ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. 44 നദികളുള്ള കേരളത്തിൻ്റെ ജലവിഭവ മന്ത്രി ഇല്ലാ വിഭവ മന്ത്രിയാണെന്ന് സ്കൂൾ കുട്ടികൾ വരെ മനസ്സിലാക്കിയിരിക്കുന്നു. മന്ത്രി മാത്യു ടി തോമസിൻ്റെ ഒരു അനുഭവം. ഉച്ചയ്ക്ക് ഞാനൊരു സ്കൂളിൽ ഒരു ബ്രോഷർ പ്രകാശനം ചെയ്യാൻ പോയി. ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഊണിന് പിരിഞ്ഞത് 3 മണിക്കാണ്. കഴിക്കാതെ തന്നെ പോയതാണ്, വിശന്നിരിക്കുമ്പോഴാണ്. അവിടെ ചെന്നൊരു കുട്ടിയോട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ആ കുട്ടി തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കിടത്തി പറഞ്ഞു, അനിത ബാബു ഹാപ്പി ബർത്ത്ഡേ. കുട്ടി വീണ്ടും ഞെട്ടി. കുട്ടിയുടെ പേര് പറഞ്ഞിരിക്കുന്നു, ബർത്ത്ഡേ എന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്കിൾ എങ്ങനെ മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തു നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഏത് കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട്, ആ കുട്ടിയുടെ രൂപ ഏതാണ്, പടം ഏതാണ് നോക്കിയിട്ടാണ് വന്നത്. മോളെ കണ്ടപ്പോഴേ മനസ്സിലായി. ഒന്ന് സംശയത്തോടെ നോക്കിയിട്ട് അത് തലകുലുക്കി. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് മന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്, കുട്ടികളെ കബളിപ്പിക്കാൻ അറിയാമല്ലോ. പിച്ച കഴിഞ്ഞാൽ ചോദിച്ചു, എന്നെ മനസ്സിലായോ? പിന്നെ ഞാൻ നിന്നൊന്ന് പറഞ്ഞു. ഞാൻ പറയുമേ. ഞാൻ പറഞ്ഞു, പറ. ഒരിക്കലും കുട്ടി പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നെ മനസ്സിലായെന്ന് വിചാരിച്ചില്ല. കുട്ടി പേര് പറഞ്ഞില്ല. ഞാൻ പറയുമേ. ഞാൻ പറഞ്ഞു, പറ. പറഞ്ഞു കളയും. പറ. ഇല്ലാത്ത വിഭവത്തിന്റെ മന്ത്രിയല്ലേ എന്ന് ചോദിച്ചു. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ കുട്ടികൾ അറിഞ്ഞിരിക്കുന്നു, നാട്ടിൽ ജലം ദുർലഭമായിക്കൊണ്ടിരിക്കുന്നു. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. കോലിബി സഖ്യത്തിനു പകരം കോമാലി സഖ്യമെന്ന് BJPയുടെ മലപ്പുറം കത്തി. കോൺഗ്രസും മുസ്ലിം ലീഗും അതേമാതിരി തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്നുകൊണ്ടുള്ള കോമാലി മുന്നണിയാണ്. കോലിയം സഖ്യമാണ് കോൺഗ്രസ് ലീഗും മാർക്സിസ്റ്റ്.